എല്ലാവർക്കും അബീഗ ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസിയാണേ. സ്ത്രീകളിൽ ഏറ്റവും നിർണായകമാണ് ഈ പ്രായം. ആരോഗ്യവും ശക്തിയും സൗന്ദര്യവും വെല്ലുവിളിയാകുമ്പോൾ സ്ത്രീകളിൽ വളരെയധികം വെല്ലുവിളി ഉയർത്തുന്ന ഒരു സമയമാണ് ആർത്തവ വിരാമത്തിലേക്ക് അടുക്കുന്ന സമയം. ഈ സമയം പലപ്പോഴും സ്ത്രീകളിൽ നിർണായകമാണെന്ന് തന്നെ പറയാം. പലപ്പോഴും ആരോഗ്യപരമായും മാനസികപരമായും വളരെയധികം പ്രതിസന്ധികൾ ഇവർ അനുഭവിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ആർത്തവ വിരാമത്തിലേക്ക് കടക്കുന്ന സമയം വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. ശരീരം ആർത്തവ വിരാമത്തിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഓരോരുത്തരിലും ഉണ്ടാകുന്നതെന്ന് ശ്രദ്ധേയമായ കാര്യമാണ്. പലപ്പോഴും നിങ്ങളുടെ ശരീരം ആർത്തവ വിരാമത്തിലേക്ക് കടക്കുമ്പോൾ അണ്ഡാശയങ്ങൾ ഹോർമോൺ ഉൽപാദനത്തിൽ പുറകോട്ട് പോകുന്നു. കൂടാതെ ആർത്തവം ക്രമരഹിതമാകുകയോ അല്ലെങ്കിൽ ആർത്തവ ചക്രം ഇല്ലാതിരിക്കുകയോ അമിത രക്തസ്രാവം സംഭവിക്കുകയോ എല്ലാം ചെയ്യാം. എന്നാൽ ഇതെല്ലാം ശരീരം ചില അസാധാരണമായ ലക്ഷണങ്ങളെ കാണിക്കുന്നു. ഇവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്രമരഹിതമായ ആർത്തവം. ആർത്തവ സമയം പലപ്പോഴും ക്രമരഹിതമായ അവസ്ഥയിലേക്ക് പോകുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും അണ്ഡോൽപാദനം കുറയുന്ന സമയത്താണ് ഇത്തരത്തിൽ ആർത്തവ ചക്രത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകുന്നത്. ഇത് ആർത്തവം നഷ്ടപ്പെടുക, ആർത്തവ രക്തസ്രാവത്തിലെ ഏറ്റക്കുറച്ചുകൾ എന്നിവയിലേക്കും എത്തുന്നു. ചിലരിൽ അതികഠിനമായ ആർത്തവവും സംഭവിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും നിസ്സാരമായി കാണരുത്. അത് കൂടുതൽ അപകടങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുകയേ ചെയ്യുകയുള്ളൂ. ശരീരഭാരം വർദ്ധിക്കുന്നു. ആർത്തവ വിരാമത്തിലേക്ക് കടക്കുന്ന ഒരു സ്ത്രീയാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ ഒന്നാണ് ശരീരഭാരം വർദ്ധിക്കുന്നത്. പലപ്പോഴും ഇത് ശരീരഘടനയിൽ മാറ്റം വരുത്തുകയും ശരീരഭാരം പെട്ടെന്ന് തന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ശാരീരിക പ്രവർത്തനങ്ങൾക്ക് പോലും വെല്ലുവിളി ഉയർത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നു. രാത്രിയിൽ അമിത വിയർപ്പ്. പല സ്ത്രീകളിലും ഇത്തരം ഒരു ലക്ഷണം അനുഭവിച്ചിട്ടുണ്ടാകാം. എന്നാൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതിനെ കുറിച്ച് പലർക്കും അറിയില്ല. ഈസ്ട്രോജനിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലാണ് പലപ്പോഴും രാത്രിയിൽ അമിത വിയർപ്പിന് കാരണമാകുന്നത്. ഇത് നിങ്ങൾ ആർത്തവ വിരാമത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. പലപ്പോഴും 30 സെക്കൻഡ് മുതൽ 10 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന വിയർപ്പും ചൂടും തന്നെയാണ് നിങ്ങളെ പ്രതിസന്ധിയിലേക്ക് ആക്കുന്നത്. മൂത്രം നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്നു. പലപ്പോഴും സ്ത്രീകളിൽ സ്വകാര്യ ഭാഗത്തെ പേശികൾ ദുർബലമാകുന്നതിന്റെ ഫലമായി മൂത്രം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഇത് ആ ഭാഗത്ത് കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയും മാനസികമായും ശാരീരികമായും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങൾ ആർത്തവ വിരാമത്തിന് മുന്നോടിയായി എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ്. ചിലർ ഇത്തരം സമ്മർദ്ദങ്ങൾ കാരണം ചുമയ്ക്കുമ്പോൾ പോലും മൂത്രം ഒഴിച്ചു പോകുന്ന അവസ്ഥ വരെ ഉണ്ടാകാറുണ്ട്. ഉറക്കമില്ലായ്മ. ആർത്തവ വിരാമത്തിലേക്ക് അടുക്കുന്ന സ്ത്രീകൾക്ക് പലപ്പോഴും രാത്രി ഉറക്കമില്ലായ്മ ഒരു വെല്ലുവിളിയായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ഗൗരവത്തോടെ തന്നെ കണക്കാക്കണം. ഇതിന് കാരണം ഹോർമോണിന്റെ അസന്തുലിതാവസ്ഥ തന്നെയാണ്. പലപ്പോഴും രാത്രിയിൽ അമിത വിയർപ്പും ഇത്തരം അവസ്ഥയിലേക്ക് സ്ത്രീകളെ എത്തിക്കാറുണ്ട്. കൂടാതെ ചിലര് ഇല്ലാത്ത ദുർഗന്ധം പോലും ഉള്ളതായി തോന്നിപ്പിക്കുന്നു. ഇതെല്ലാം ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നതിന്റെ കാരണങ്ങളാണ്. ശബ്ദ സംവേദനക്ഷമത. പെരിമെനോപോസൽ ലക്ഷണങ്ങളിൽ പല സ്ത്രീകളിലും ആദ്യം അനുഭവിക്കുന്ന ഒന്നാണ് ചില ശബ്ദങ്ങൾ ചെവിയിൽ മുഴങ്ങുന്നത്. ഇത് മാനസികമായി നിങ്ങളെ തകർക്കുന്നു. പലപ്പോഴും ആർത്തവ വിരാമത്തിലേക്ക് അടുക്കുന്ന സ്ത്രീകളിൽ ഇത് സ്ഥിരമായി അനുഭവപ്പെടുന്നുണ്ട്. ശബ്ദമുണ്ടാകുന്ന ഇത്തരം അസ്വസ്ഥതകളിൽ നിന്ന് രക്ഷ നേടാനാണ് ഇവർ പലപ്പോഴും ശ്രമിക്കുന്നത്. പ്രായം എപ്പോൾ? ഏതു പ്രായത്തിലാണ് ആർത്തവ വിരാമത്തിന് തുടക്കം കുറിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പലപ്പോഴും ആർത്തവ വിരാമത്തിന് 8ഓ 10ഓ വയസ്സിന് മുമ്പ് തന്നെ ഇത്തരം ലക്ഷണങ്ങൾ കാണപ്പെടാം എന്നതാണ് ആരോഗ്യ രംഗത്ത് വിദഗ്ധർ പറയുന്നത്. സാധാരണയായി 40കളുടെ മധ്യത്തിലാണ് ആർത്തവ വിരാമ ലക്ഷണങ്ങൾ കഠിനമാകുന്നത്. ഇതിനെ മുൻകൂട്ടി മനസ്സിലാക്കി മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ ഡോക്ടറുമായി സംസാരിച്ച് തീരുമാനിക്കേണ്ടതാണ്. ആർത്തവ വിരാമം അഥവാ ഋതുവിരാമം സ്ത്രീകളിൽ മാനസികവും ശാരീരികവുമായ പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. സ്ത്രീകളിൽ 50കളിലാണ് ആർത്തവ വിരാമം സംഭവിക്കുന്നത്. അണ്ഡാശയങ്ങളുടെ പ്രവർത്തന ശേഷി കുറയുകയും ഹോർമോൺ ഉൽപാദനം നിൽക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. യൗവനം നിലനിർത്തുന്ന ഈസ്ട്രോജൻ ഹോർമോൺ ഇതിന് പ്രധാനം. അണ്ഡോൽപാദനം നിൽക്കുകയും പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. 40 വയസ്സാകുമ്പോൾ തന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാറുണ്ട്. അണ്ഡാശയം നീക്കം ചെയ്യുന്നവർക്കും ക്യാൻസറിന് ചികിത്സ തേടുന്നവർക്കും നേരത്തെ തന്നെ ആർത്തവ വിരാമം ഉണ്ടാകുന്നു. എന്തൊക്കെയാണ് ലക്ഷണങ്ങളെന്ന് നമുക്ക് നോക്കാം. മാസമുറ ക്രമം തെറ്റി വരികയും ക്രമേണ ഇല്ലാതാകുകയും ചെയ്യുന്നു. ചിലർക്ക് പെടുന്നനവേ നിൽക്കുകയും ചെയ്യുന്നു. മാസമുറ ക്രമം തെറ്റുന്നത് മൂലം ചിലർക്ക് അമിത രക്തസ്രാവം ഉണ്ടാകുന്നു. ആർത്തവ വിരാമത്തിന്റെ ലക്ഷണങ്ങളാണെങ്കിലും ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് മറ്റു കാരണങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഉഷ്ണം പറക്കൽ സ്ത്രീകളിൽ ഉണ്ടാകാറുണ്ട്.
സ്ത്രീകളുടെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കുന്ന ഒരു പ്രശ്നമാണ് ഇത്. ആർത്തവ വിരാമത്തിന്റെ ആദ്യഘട്ടങ്ങളിലാണ് ഇത് കൂടുതലായി അനുഭവപ്പെടാറുള്ളത്. ശരീരത്തിൽ പെട്ടെന്ന് ചൂട് കൂടുകയും വിയർക്കുകയും ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യുന്നു. ആർത്തവ വിരാമത്തോടെ സ്ത്രീകളിൽ ക്ഷീണം, ദേഷ്യം, ഉറക്കക്കുറവ്, ഓർമ്മക്കുറവ്, വിഷാദം, മാനസിക പിരിമുറുക്കങ്ങൾ എന്നിവ അനുഭവപ്പെടാറുണ്ട്. അസ്ഥിഭംഗമാണ് മറ്റൊരു പ്രധാന പ്രശ്നം. ആർത്തവ വിരാമത്തോടൊപ്പം തന്നെ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നു. ഇതുമൂലം അസ്ഥി തേയ്മാനം ഉണ്ടാകാറുണ്ട്. ഇതുമൂലം കൈകാലുകൾക്ക് വേദനയും നീരും, ചെറിയ വീഴ്ചയിൽ തന്നെ എല്ലൊടിയാനും സാധ്യതയുണ്ട്. ആർത്തവ വിരാമത്തോടെ ഹൃദ്രോഗങ്ങൾക്കും സാധ്യതയേറുന്നു. ഈസ്ട്രോജൻ ഹോർമോൺ ഹൃദയത്തിന്റെ ഒരു രക്ഷാ കവചമാണ്. ഇത് നഷ്ടപ്പെടുമ്പോൾ ഹൃദ്രോഗങ്ങൾ കൂടുന്നു. പരിഹാരങ്ങൾ: ശാരീരിക മാനസിക വ്യതിയാനങ്ങൾ സ്വന്തമായി മനസ്സിലാക്കുകയും ജീവിത രീതി അതനുസരിച്ച് മാറ്റം വരുത്തുകയും വേണം. ഭക്ഷണരീതി ക്രമീകരിക്കുകയും എക്സസൈസ് ശീലമാക്കുകയും ചെയ്യണം. ഭക്ഷണത്തിൽ പഞ്ചസാരയുടെയും ഉപ്പിന്റെയും കൊഴുപ്പിന്റെയും അളവ് കുറയ്ക്കണം. കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കണം. കാൽഷ്യം ഗുളികകൾ ശീലമാക്കുന്നതും നല്ലതാണ്. ഈസ്ട്രോജൻ അടങ്ങിയ നാടൻ ഭക്ഷ്യവസ്തുക്കൾ ചേന, ചേമ്പ്, കാച്ചിൽ എന്നിവയും സോയാബീനും നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇതൊരു പരിധിവരെ ആർത്തവ വിരാമ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ഹോർമോൺ ചികിത്സ: ഉഷ്ണപറക്കലിനും അസ്ഥിഭംഗത്തിനും ഈസ്ട്രോജൻ അടങ്ങിയ ഹോർമോൺ ഗുളികൾ പ്രയോജനം ചെയ്യും. ഗൈനക്കോളജിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം ചെറിയ ഡോസിൽ ചുരുങ്ങിയ കാലയളവിൽ ഗുളികകൾ കഴിക്കാവുന്നതാണ്. ആർത്തവ വിരാമം ആകുന്നതോടെ റെഗുലർ മെഡിക്കൽ ചെക്കപ്പുകൾ, ബ്ലഡ് ഷുഗർ, BP, കൊളസ്ട്രോൾ എന്നിവ പരിശോധിക്കുക. അതോടൊപ്പം തന്നെ വർഷം തോറും പാസ്മിയർ, മോമോഗ്രാം എന്നിവ ചെയ്യുന്നത് കാൻസർ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ സഹായമാകും. വയറിന്റെ സ്കാൻ എടുക്കുന്നത് അണ്ഡാശയത്തിന്റെ മുഴകൾ കണ്ടുപിടിക്കാൻ സഹായിക്കും. ആർത്തവ വിരാമ ഘട്ടത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും അസ്വസ്ഥതകളെക്കുറിച്ചും ശരിയായ അറിവ് നേടി അവയെ നമുക്ക് പ്രതിരോധിക്കാനും മറികടക്കാനും സാധിക്കും. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.